ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ ദാ നമ്മുടെ ആനുവൽ എക്സാമിന് നമ്മുടെ EVSലെ ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ അല്ലേ. അപ്പോൾ അതിനകത്ത് അതായത് ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾക്കറിയാം, ഹോം ആൻഡ് നെസ്റ്റ് ആണ്, അതായത് വീടും കൂടും. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഓൾറെഡി എൻ്റെ മക്കൾ പഠിച്ചിട്ടുണ്ടാവും. പ്രധാനമായിട്ടും നമ്മുടെ വാർഷിക പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമായിട്ടാണ് ഇന്ന് മിസ് വന്നത്. അപ്പോൾ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നമുക്കറിയാം അല്ലേ, നമുക്ക് എല്ലാവർക്കും വീടുകളുണ്ട്. അപ്പോൾ ആ വീടുകൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും ഉണ്ട് വീടുകൾ. പക്ഷികൾക്കാണെങ്കിൽ കൂടുകളുണ്ട്. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വീട് ഒരുക്കുന്നത്? അപ്പോൾ നമ്മുടെ മനുഷ്യന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീടുണ്ടാക്കുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ടു ലീവ് സേഫ്ലി അല്ലേ, വളരെ സുരക്ഷിതമായിട്ട് സേഫായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീട് ഒരുക്കുന്നത്. അവിടെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷവും സമാധാനവും എന്ന് പറയുന്നത് വേറെ എവിടെയും നമുക്ക് കിട്ടാറില്ല അല്ലേ. ആൻഡ് ടു പ്രൊട്ടക്ട് അവർ സെൽസ് ഫ്രം ഹീറ്റ് ആൻഡ് റെയിൻ, നല്ല ചൂടിൽ നിന്നും നല്ല മഴയിൽ നിന്നും നല്ല തണുപ്പിൽ നിന്നും അല്ലേ, ഏത് കാലാവസ്ഥ ആയിക്കോട്ടെ അതിൻ്റെ അകത്തു നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്നത് നമ്മളുടെ വീട് തന്നെയാണ്. ടു പ്രൊട്ടക്ട് അവർ സെൽഫ് ഫ്രം ഹാംഫുൾ ക്രീച്ചേഴ്സ് അല്ലേ, വളരെ ഉപദ്രവകാരികളായിട്ടുള്ള ഒരുപാട് ജീവികളുണ്ട് നമ്മുടെ ചുറ്റും. അതിൻ്റെ അകത്തു നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്നത് നമ്മുടെ വീടല്ലേ. വീട്ടിൽ അടച്ചു പൂട്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ. അതുപോലെ കള്ളന്മാരിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നമ്മളൊരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നു, നമ്മുടെ കുടുംബത്തോട് ചേർന്ന് സന്തോഷത്തോടു കൂടി അല്ലേ. ടു ലിവ് ടുഗദർ, ഒത്തൊരുമിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റുന്നത് നമുക്കൊരു വീടുള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പം നിങ്ങളുടെ ചുറ്റുമുള്ള വീടൊക്കെ ഒന്ന് നിങ്ങൾ നിരീക്ഷിച്ച് നോക്കിയേ. എല്ലാ വീടും ഒരുപോലെയാണോ? അല്ല അല്ലേ, പല ടൈപ്പിലുള്ള വീടുണ്ട്. ഓലമേഞ്ഞ വീടുണ്ട്, ഓടുമേഞ്ഞ വീടുണ്ട്. ഇനി ഇപ്പം നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എന്താണ്, കോൺക്രീറ്റിൻ്റെ വീടുകളാണ് കൂടുതൽ. അതുപോലെ ഷീറ്റിൻ്റെ വീടുകളുണ്ട്, വലിയ വലിയ ഫ്ലാറ്റുകൾ കാണാറുണ്ട്. അതായത് ഒരുപാട് ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്നത് അല്ലേ, ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന വീടുകൾ. അങ്ങനെ പല രീതിയിൽ വീടുകൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇതാ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന വീടുകൾ, 4 വീടുകളുണ്ട് അല്ലേ, ഇവയെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള ഗ്ലാസ് ഹൗസ് ഏതാണ്, അതുപോലെ ഹൗസ് ബിൽട്ട് ഓൺ പില്ലേഴ്സ് അല്ലേ, അതായത് എന്താണ്, തൂണുകളിലുള്ള വീട് ഏതാണ്, ഇഗ്ലു എന്നറിയപ്പെടുന്ന ഒരു വീടുണ്ട്, 3D പ്രിന്റർ ഹൗസ് എന്ന് പറയുന്ന ഒരു വീടുണ്ട്. ഇതൊക്കെ ഏതാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യത്തെ വീട് നിങ്ങൾ നോക്കുക. ആദ്യത്തെ വീടിന്റെ പ്രത്യേകത എന്താ, താഴെ നിറയെ നമ്മൾ വെള്ളം കാണുന്നുണ്ട് അല്ലേ. അപ്പൊ ഒരു വെള്ളപ്പൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വീട് കുറച്ച് പൊക്കത്തിൽ കെട്ടും. നമ്മൾ അടിയിൽ തൂണുകളൊക്കെ ആക്കിയിട്ട് ആ തൂണുകൾക്ക് മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീട് നമ്മൾ കെട്ടും. അപ്പൊ അതിന്റെ പ്രത്യേകത, ചെറിയൊരു വെള്ളപ്പൊക്കമൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എന്ത് ചെയ്യില്ല, വെള്ളം കയറില്ല അല്ലെ. വെള്ളപ്പൊക്കം സ്ഥിരമായിട്ടുണ്ടാവുന്ന സ്ഥലങ്ങളിലാണ് കേട്ടോ ഇങ്ങനത്തെ വീടുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ വീടിന്റെ പേര് നമുക്ക് എന്ത് പറയാം, ഹൗസ് ബിൽട്ട് ഓൺ, ഞാൻ ഇവിടെ എഴുതാം കേട്ടോ, ഹൗസ് ബിൽട്ട് ഓൺ പില്ലേഴ്സ് അല്ലേ, അല്ലെങ്കിൽ എന്താണ്, നമ്മളുടെ തൂണുകളിൽ, ജസ്റ്റ് ഞാൻ തൂണുകൾ എന്നേ എഴുതുന്നുള്ളൂ കേട്ടോ, തൂണുകൾ. ഓക്കെ, ബാക്കി നമുക്ക് എഴുതാൻ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ മനസ്സിലാക്കുക, തൂണുകളിൽ കെട്ടിയിട്ടുള്ള വീടാണ് അല്ലേ. ഇനി രണ്ടാമത്തെ വീട് നോക്കാം. അപ്പൊ ഒന്നാമത്തെ വീട് എന്താണെന്നും അതിന്റെ പ്രത്യേകത എന്താണെന്നും നമ്മൾ പറഞ്ഞില്ലേ. രണ്ടാമത്തെ വീട് നോക്കിയേ. രണ്ടാമത്തെ വീട് കുറച്ചും കൂടെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ തന്നെ വീടിൻ്റെ അകത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ വീടിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഈ വീട് കംപ്ലീറ്റ് ഗ്ലാസ് കൊണ്ടാണ്. സോ നമുക്ക് പറയാം ഇതെന്താണ്, ഇതൊരു ഗ്ലാസ് ഹൗസ് ആണ് അല്ലേ, ഗ്ലാസ് ഹൗസ് ആണ്. ഇനി അടുത്തത് മൂന്നാമത്തെ വീട്. മൂന്നാമത്തെ വീട് നിങ്ങൾ നോക്കിയേ. മൂന്നാമത്തെ വീടിൻ്റെ പ്രത്യേകത എന്താ? ഇത് മഞ്ഞുകൊണ്ടുള്ള വീടാണ് അല്ലേ. അപ്പം മുഴുവനായിട്ടും മഞ്ഞു മൂടിയിട്ടുള്ള പ്രദേശങ്ങളിൽ താൽക്കാലികമായിട്ട് കെട്ടുന്ന വീടുകളുണ്ട്. ഈ വീടുകൾക്കുള്ള പേരാണ് മക്കളെ ഇഗ്ലു എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇഗ്ലു. ഓക്കെ, ഇഗ്ലു മലയാളത്തിലാണെങ്കിൽ നമ്മൾ ഇഗ്ലു എന്നാണ് പറയുക. അപ്പം മഞ്ഞു കൊണ്ടുള്ള വീടാണ് എന്ത്, നമ്മളുടെ ഇഗ്ലു. മറക്കരുത് കേട്ടോ, നമ്മുടെ ഇഗ്ലു എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വീട് കെട്ടാൻ പറ്റുള്ളൂ അല്ലേ, അവിടെ ജീവിക്കുന്ന പറ്റുള്ളൂ. ഇനി ഇതാ ലാസ്റ്റത്തെ വീട്, ഒരു പുത്തൻ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു വീടാണ് നമ്മുടെ 4ാമത്തെ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, പുതിയ ടെക്നോളജി എന്ന് മിസ് പറഞ്ഞില്ലേ. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 3D. ഓർത്താൽ മതി നിങ്ങൾ, 3D സിനിമ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ എന്താണ് 3D പ്രിന്റഡ് ഹൗസ് അല്ലേ, 3D പ്രിന്റഡ് ഹൗസ്. ഓക്കെ, അപ്പൊ ഈ 4 വീടുകളും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ 4 വീടുകളും ചിലപ്പോൾ ചിത്രങ്ങളൊക്കെ തന്നിട്ട് നിങ്ങളോട് പേരെഴുതാനൊക്കെ പറയും. ഈ ഒരു ഓപ്ഷൻ പോലും ഇല്ലാതെ ചിലപ്പോൾ മക്കളോട് പേരെഴുതാൻ പറ്റും. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇത് പഠിച്ചു വെക്കുക. ഒന്ന് നമ്മളുടെ പില്ലേഴ്സ് അല്ലേ, വെള്ളപ്പൊക്കമൊക്കെ ഉള്ള ഏരിയയിൽ നമ്മൾ കെട്ടുന്ന വീടുകളാണ് തൂണുകളിൽ. പിന്നെ ഗ്ലാസ് ഹൗസ് ഉണ്ട്, ഇഗ്ലു ഉണ്ട്, 3D പ്രിന്റഡ് വീടുകളും നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക,
നോക്കിയാൽ ഇതൊന്നും അല്ലാതെ മിസ് നേരത്തെ പറഞ്ഞു ഫ്ലാറ്റുകളുടെ കാര്യം അല്ലേ, അതായത് ഒരേപോലെ ഒരേ സമയത്ത് എന്താണ് ഒരുപാട് ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന വീടുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാറ്റുകൾ എന്ന് പറയുന്നത് അല്ലെ, കെട്ടിടങ്ങളാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, വീട് നമ്മൾ നിർമ്മിക്കുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? നമ്മളുടെ എന്താണ് കാലാവസ്ഥ ആയിക്കോട്ടെ, അതായത് ക്ലൈമറ്റ് ആയിക്കോട്ടെ, ആ ഒരു സ്ഥലത്തിന്റെ ജോഗ്രഫിക്കലി പറയുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതകളായിക്കോട്ടെ, അവിടെ താമസിക്കുന്ന ആളുകളുടെ എണ്ണം ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്താണ് സാധനങ്ങളുടെ അവൈലബിലിറ്റി അല്ലെ, എത്രത്തോളം നമുക്കിപ്പോൾ വീട് നിർമ്മിക്കണമെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വേണം, ആ സാധനങ്ങളുടെ അവൈലബിലിറ്റി ലഭ്യത ആയിക്കോട്ടെ, അതിന്റെ വർക്കേഴ്സ് അല്ലെ, എത്രത്തോളം നമുക്ക് തൊഴിലാളികൾ ആവശ്യമുണ്ട്, അതായത് വീട് പണിയെടുക്കാൻ ആളുകൾ വേണം ഓരോന്നിനും അല്ലെ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഓരോ സ്ഥലത്തും നിങ്ങൾ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള വെറൈറ്റി വീടുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പൊ ഇന്ന് ചെയ്ത ആക്ടിവിറ്റി മക്കൾ വീണ്ടും എന്ത് ചെയ്ത് നോക്കണം, ഒറ്റയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് ഇനിയും കണ്ടുമുട്ടാടാതെ വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.